രാവിലെ തന്നെ ചായയും കുടിച്ച് നീ ഇവളും കൂടി എങ്ങടാ എന്ന ചോദ്യത്തിന് ഉത്തരം ഞാൻ പറഞ്ഞുതരാം. അമ്മേനെ ഭീഷണിപ്പെടുത്തി ഞങ്ങൾ കോഴിക്കോട് പോവാണ് പീപ്പിൾ. ട്രെയിനൊക്കെ കറക്റ്റ് സമയത്ത് വന്നെങ്കിലും ഒരുപാട് നേരം ഞങ്ങൾക്ക് നിൽക്കേണ്ടി വന്നു. അങ്ങനെ ഒരുപാട് നേരം നിന്ന് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഇരിക്കാൻ സീറ്റൊക്കെ കിട്ടി, ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം ഇരുന്നപ്പോഴത്തേക്ക് കോഴിക്കോടെത്തി ആദ്യം പോകാൻ വിചാരിച്ച കഫേ ഇതല്ലെങ്കിലും പിന്നെ കറങ്ങി തിരിഞ്ഞ് ഇവിടെ തന്നെ ഞങ്ങൾ എത്തപ്പെട്ടു. എന്തൊക്കെ പറഞ്ഞാലും ഇവിടുത്തെ കടലും ആ ഒരു അറ്റ്മോസ്ഫിയറും എൻ്റെ സാറേ ഒന്നും പറയാനില്ല. പിന്നെ അവിടെ നിന്ന് കുറേ ഫോട്ടോയും വീഡിയോ എടുത്ത് ഞാൻ ഗോവയിലെത്തി എന്ന് പറഞ്ഞ് സ്റ്റാറ്റസ് ഇട്ടത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. കുറേ മണ്ടന്മാർ അത് വിശ്വസിച്ചു. പിന്നെ അവിടുന്ന് ഞാൻ ഉദ്ദേശിച്ച കഫേയിലേക്ക് 5 മിനിറ്റ് ഉള്ളൂ എന്ന് പറഞ്ഞ് നടന്നു തുടങ്ങിയതാണ്. ഹീലിട്ട് ഒരു 20 മിനിറ്റോളം നടന്നിട്ടാണ് ആ കഫേ എത്തിയത്. അവിടെ എത്തിയിട്ടാണെങ്കിൽ ഞങ്ങൾ കഴിച്ച സാധനം ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സോ ഇറ്റ് വാസ് വർത്ത് ഇറ്റ്. കോഴിക്കോടുള്ള കറക്കൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കൊണ്ടോട്ടി പോവാണ് പീപ്പിൾ. മലപ്പുറം അതിന് മുമ്പ് എനിക്ക് എൻ്റെ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യണം. ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ബസ്സിൽ ഒരു 3/4 മണിക്കൂർ ഇരുന്നപ്പോൾ 3/4 മണിക്കൂർ ഇരുന്നപ്പോൾ ഞങ്ങൾ കൊണ്ടോട്ടി എത്തി. 5-6 ബാഗ് പിടിച്ചുകൊണ്ട് നടന്നപ്പോഴാണ് ഞാൻ ഇത്ര ഒരു ഇൻഡിപെൻഡൻറ്റ് വുമൺ ആണെന്നുള്ള ആ ഒരു നഗ്ന സത്യം ഞാൻ മനസ്സിലാക്കിയത്. അങ്ങനെ ഞങ്ങൾ ആദുവിൻ്റെ വീട്ടിലെത്തി. പഴയ ഒരു മണിച്ചിത്രത്താഴ് വൈബൊക്കെ. എന്നിട്ട് ആദ്യത്തെ സ്ലീപ്പ് ഓവർ ആയതിൻ്റെ ഒരു കംപ്ലീറ്റ് എക്സൈറ്റ്മെൻറ്റ് എനിക്കും അവൾക്കും ഉണ്ടായിരുന്നു. എന്നിട്ട് അവളുടെ കസിൻസിൻ്റെ ഒക്കെ വിശേഷം അടുത്ത വീഡിയോ